ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നേറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആണ്. ട്രാവൽ ബാഗിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഇമേജ് വന്നിട്ട് അത് ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിസൈൻ സ്പേസിലോട്ടേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ചെയ്യുമോ എന്നുള്ളത്. അപ്പം ഇത് ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഡിസൈൻ സ്പേസിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ട്രാവൽ എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റിങ്ങും അതിൻ്റെ മുകളിലായിട്ട് ഫ്ലൈറ്റിൻ്റെ ഒരു പിക്ചർ കൂടിയുണ്ട്. ഇതാണ് എൻ്റെ ട്രാവൽ ഓർഗനൈസർ, ഒരു മിനി ഓർഗനൈസറാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനുള്ളത്. ഈ ഒരു ഓർഗനൈസർ ഒരു ക്ലോത്തി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടേക്ക് അയൺ ഓൺ ചെയ്യാണ്. ഇതിലൊരിക്കലും വിനൈൽ സ്റ്റിക്കർ നമുക്ക് സ്യൂട്ടാവില്ല, കാരണം അത് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എവറിഡേ അയൺ ഓൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷീറ്റാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, ഗ്ലിറ്റർ ഷീറ്റാണ്. അപ്പോൾ എവറിഡേ അയൺ ഓൺ ആയതുകൊണ്ട് തന്നെ ഗ്ലോസി ടൈപ്പ് താഴെയും അതുപോലെ നോൺ ഗ്ലോസി മുകളിലുമാണ് നമുക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാനുള്ളത്. നമ്മളെ സൈസിനനുസരിച്ച് ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളുടെ മാറ്റിലോട്ടേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാറ്റിൽ എപ്പോഴും വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് സ്റ്റിക്ക് ചെയ്യുമ്പം ഇങ്ങനെ മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ മാസ്കിൻ ടാപ്പ് ഓരോ സൈഡിലും ചെറുതായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മെഷീനിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം മെറ്റീരിയൽ സെലക്ട് ചെയ്യേണ്ട പാർട്ടാണ്. അപ്പോൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കുക, ഇവിടെ എവറിഡേ അയൺ ഓൺ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് മിറർ ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതാ കട്ടിങ് പ്രോസസ്സ് ആരംഭിച്ചിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വീഡ് ചെയ്തെടുക്കലാണ്. എവറിഡേ അയൺ ഓൺ ആയതുകൊണ്ട് കുറച്ച് തടിച്ച ഷീറ്റായിരിക്കും. അപ്പോൾ നമ്മൾ സമയം എടുത്തിട്ട് നല്ല രീതിയിൽ വീഡ് ചെയ്തെടുക്കണം. വീഡിയോ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഷീറ്റിൽ നിന്ന് മെല്ലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ വീഡിങ് പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്റ്റിക്കർ വന്നിട്ട്. ഇനി ഇതിനെ നമുക്ക് ബാഗിലോട്ടേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈസി പ്രസ് മിനി ഒന്ന് ഹീറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇതാ ബാഗിലോട്ടേക്ക് ഒട്ടിച്ചതിന് ശേഷം ഈസി പ്രസ് മിനി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ നമുക്ക് പ്രസ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ഈ മെഷീൻ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഈസി പ്രസ് മിനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിക്കറിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചതിന് ശേഷം നമ്മൾ അയൺ ബോക്സ് എടുത്തിട്ട് ഹീറ്റാക്കിയിട്ട് അത് വെച്ച് കൊടുത്താൽ മതി. അയൺ ബോക്സ് ഡയറക്റ്റായിട്ട് സ്റ്റിക്കറിൻ്റെ മുകളിൽ വെക്കാൻ പാടില്ല, അപ്പോൾ അത് ഉരുക്കി പോകും. അപ്പോൾ അയൺ ബോക്സ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കോട്ടൻ്റെ തുണി വെച്ചതിന് ശേഷം മാത്രം അയൺ ചെയ്യുക. ഈസി പ്രസ് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതാ നമ്മളെ ബാഗ് ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ സ്റ്റിക്കർ എടുത്ത് കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈസി പ്രസ് മിനി കൊണ്ട് ജസ്റ്റ് ഓരോ സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം പെർമനൻ്റായിട്ട് സ്റ്റിക്ക് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് നമ്മൾ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഞാനിതിൻ്റെ ഇൻസൈഡ് വ്യൂവും ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയൊരു പൗച്ചാണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള ചെറിയ ചെറിയ തിങ്സൊക്കെ, മേക്കപ്പ് സാധനങ്ങളും അതുപോലെ ബ്രഷ്, പേസ്റ്റ് അതൊക്കെ നമുക്ക് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ പൗച്ചാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പുറത്തുണ്ട് കേട്ടോ സ്പേസ് വന്നിട്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമൈസേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാ ഞാനതിന് ആൻസർ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.